ഞാൻ റമീസ്, മയോസിയുടെ ഫൗണ്ടറാണ്. നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാവും, എന്താണ് മയോസി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മയോസി എന്ന് പറഞ്ഞാൽ മേക്ക് യുവർ ഓൺ കരിയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മയോസിയുടെ അണ്ടറിൽ 3 വെർട്ടിക്കലുകളാണ് വരുന്നത്. നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഗൈഡൻസ് യൂണിയൻ റിസൾട്ടീവ് ആണെന്നാണ്. അതായത് നമ്മളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ജോബിലേക്കാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എത്താൻ പോകുന്നത് അല്ലേ. ഈ ജോബ്, അതായത് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് ജോബിലേക്ക് എത്തുന്നത് വരെ അതിൻ്റെ ആ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ഒരുപാട് സർവീസുകൾ, അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മയോസി. ഇതിലെ 3 വെർട്ടിക്കൽ എന്ന് പറയുന്നത്, ഒന്ന് മയോസി ലേൺ ആണ്. അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലുള്ള ഒരു അപ്സ്കില്ലിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെർട്ടിക്കലാണ് മയോസി ലേൺ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വെർട്ടിക്കൽ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ചൂസ് ചെയ്ത കോഴ്സിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതേപോലെ ഈ പറയുന്ന പോലെ ഫ്രഷറായിട്ട് വരുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക കമ്പനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് വേണം അല്ലേ. ആ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മയോസിയുടെ അണ്ടറിൽ തന്നെ ഒരു സെപ്പറേറ്റ് വെർട്ടിക്കൽ ഉണ്ട്, ലൈവ് പ്രൊജക്ട്സ് എന്ന് പറയുന്ന മയോസിയുടെ. അതായത് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് പഠിച്ച ആ ഒരു കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ സെയിം പ്രൊജക്റ്റ്, ലൈവ് പ്രൊജക്റ്റ് നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. അതും ഈ പറഞ്ഞ പോലെ സാധാരണ കമ്പനിയിൽ ചെയ്യുന്ന പോലെ വർക്ക് നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് തരാത്ത രീതിയിലല്ല. നിങ്ങൾ എടുക്കുന്ന വർക്കിന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണോ പേയ്മെന്റ് കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് തന്നുകൊണ്ടായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എത്ര കാലമാണോ മയോസിയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് അത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കമ്പനീസിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ മൂന്നാമതൊരു വെർട്ടിക്കൽ എന്ന് പറയുന്നത് റെഫറൽ പൂൾ സിസ്റ്റം ആണ് അല്ലെ. നമ്മളൊരു അപ്സ്കില്ലിംഗ് കോഴ്സ് പഠിച്ചു, ആ കോഴ്സിലെ എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്തു. ഇനി ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിലേക്ക് എത്തുകയാണ് വേണ്ടത് അല്ലെ. അങ്ങനെ എത്താൻ വേണ്ടി സാധാരണഗതിയിൽ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ജോബ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാം, ലിങ്ക്ഡ്ഇൻ ത്രൂ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെഫറൽസ് ത്രൂ അപ്ലൈ ചെയ്യാം അല്ലെ. ഏറ്റവും കൂടുതൽ ജോബ് കൺവേർഷൻസ് നടക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂക്ക് നിങ്ങളെ വിളിക്കുന്നത് റെഫറൽ ത്രൂ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യാണ് അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അല്ലെ. ഇപ്പൊ എൻ്റെ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ 1 or 2 ജോബ് റോൾസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജോബിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പനീസിൽ റെഫറൽസ് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അത്രയും വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ നിങ്ങളെ റെഫർ ചെയ്യുള്ളൂ അല്ലെ. ഞാനിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഇപ്പോൾ ആക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ സ്കില്ലുണ്ട്, ആളെ ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആള് കമ്പനിയിൽ നല്ലപോലെ വർക്ക് ചെയ്യും, ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ റെഫർ ചെയ്യുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ റെഫറൽസ് ത്രൂ കിട്ടുന്ന കാൻഡിഡേറ്റ്സ് അത്രയും ക്വാളിഫൈഡ് ആണെന്നുള്ള കമ്പനിക്കും അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ ഈ റെഫറൽ പ്രോഗ്രാംസ് ഒട്ടുമിക്ക കമ്പനീസും റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് അവെയർ ഇല്ല, ആരും ഈ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സ് ഇതിനെക്കുറിച്ച് അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മയോസിയിലെ 3ാമത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് റെഫറൽ പൂൾ സിസ്റ്റം ആണ്. ഓൾറെഡി നമ്മൾ മെക്കാനിക്കൽ ഫീൽഡിൽ, അതായത് റെവിറ്റ് MEP ഫീൽഡിൽ ഏകദേശം 50+ ഡിഫറെന്റ് കമ്പനീസിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ റെഫറൽ പൂൾ സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം ഇത്രത്തോളം ജോബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതേപോലെ കാൻഡിഡേറ്റ്സിനെ ആ ഒരു റോളിലേക്ക് എത്തിക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അതേപോലെ ഈ എല്ലാ ഫീൽഡിലേക്കും നമ്മൾ ഈ പറഞ്ഞ ഈ ജോബ് റെഫറൽ പൂൾ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വരും കാലഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക, അതേപോലെ അതിലുള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യുക, ഈ റെഫറൽ പൂൾ സിസ്റ്റത്തിനെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മയോസിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പം ഇതേപോലെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പുകളോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ മെന്റർഷിപ്പോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മയോസിയെ കോൺടാക്ട് ചെയ്യുന്നതാണ്.
MEP കുറിച്ചും പ്രൊഫഷണൽ രംഗത്തെ കൂടുതൽ സാധ്യതകളെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ലിങ്ക്ഡിൻ പേജ്, അതേപോലെ യൂട്യൂബ് നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.